എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പീനട്ട് കൊണ്ടുള്ള ഒരു ക്രീമി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയത്തില്ലേ, ആ തരത്തിലുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇത്. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ പാലിനകത്ത് കുറച്ച് കപ്പലണ്ടി ഇടുന്നുണ്ട്. പച്ചക്കപ്പലിൻ്റെയാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം തൊലിയെല്ലാം മാറ്റിയെടുക്കാം. തൊലി കളഞ്ഞ കപ്പലണ്ടി വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അറിയതിന് ശേഷം ഈ തൊലിയെല്ലാം മാറ്റിയെടുക്കാം. കപ്പലണ്ടിയുടെ ഒരുവിധം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്നും മാറ്റാൻ നോക്കത്തില്ല. നമുക്കിതുകൊണ്ട് പീനട്ട് ബട്ടർ ഉണ്ടാക്കണം. ഒരു മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഈ എല്ലാ കപ്പലണ്ടിയും ഞാൻ എടുക്കുന്നില്ല. ആവശ്യത്തിന് മാത്രമേ ഞാൻ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാനായാലും പീനട്ട് ബട്ടർ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി പുഡിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് കപ്പലണ്ടി മിഠായി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ്, പിന്നെ 100 ml ഫ്രഷ് ക്രീം, പിന്നെ ബോൺവിറ്റ ചെറിയ സാഷയിലാണ് 2-3 പാക്കറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുഡിങ്ങിന് വേണ്ടി ഒരു 3/4 ലിറ്റർ പാലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പലണ്ടി മിഠായി ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഇടികലയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഈ കോൺഫ്ലോറിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ തിക്ക് വേണമെങ്കിൽ, അതായത് പുഡിങ്ങിന് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്തത്. ഇനി ഈ പാലിലേക്ക് ആ ഒരു ടിന് ഫുള്ള് മിൽക്ക് മെയ്ഡ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ പഞ്ചസാരയൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ 3/4 ലിറ്റർ പാലിലേക്ക് അത്രയും മധുരത്തിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഫുള്ളും ആഡ് ചെയ്തത്. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാരയെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ആ 100 ml ഫ്രഷ് ക്രീമാണ്. ഇതും കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രം തയ്യാറാക്കി വെക്കാം. കാരണം പുഡിങ്ങിനുള്ള പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കുറുകി പോകും തണുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം പാല് തിളപ്പിക്കാൻ വെക്കാൻ. ഞാൻ ആദ്യം ആ കപ്പലണ്ടി മിഠായി പൊടിച്ചതുണ്ടല്ലോ, അതെല്ലാം ആദ്യം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോൺവിറ്റ ഇട്ട് കൊടുക്കാം. എനിക്ക് ബോൺവിറ്റയാണ് ചെറിയ സാഷയിൽ കിട്ടിയത്, ബൂസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടെ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് കുറുകി അങ്ങ് വരും. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമുക്ക് കുറുക്കിയെടുക്കാൻ വേണ്ടി. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇപ്പോൾ ആവശ്യത്തിന് ഇവിടെ പാല് കുറുകി വരുന്നുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് പീനട്ട് ബട്ടറാണ് ചേർക്കുന്നത്. ആ അരച്ച് വെച്ചിരിക്കുന്ന പീനട്ട് ബട്ടർ അത്രയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇത് കലക്കിയെടുക്കാം. നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചൂടോടെ തന്നെ നമുക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് സെറ്റായിപ്പോവും. അന്നേരം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. ഇതിലേക്കെല്ലാം ഒഴിച്ചതിന് ശേഷം ബാക്കി വന്ന പാല് മറ്റൊരു ബൗളിലേക്കും ഞാൻ ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബോൺവിറ്റ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോൺവിറ്റ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ കപ്പലണ്ടി മിഠായി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ ഒരു അരമണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. പുഡിങ് എല്ലാം തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ താങ്ക് യു.